ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എ പത്മകുമാറിനെ മറ്റൊരു കേസിൽ കൂടി ഇപ്പോൾ പ്രതിയാക്കിയിരിക്കുകയാണ്. പത്മകുമാറിന്റെ അറസ്റ്റ് കൂടി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിലെ ദ്വാരപാല ശില്പങ്ങളിൽ നിന്ന് സ്വർണം പുറത്തേക്ക് കടത്തിയ കേസിലാണ് ശബരിമലയിലെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജയിലിലെത്തി ഡിസംബർ 2-ന് ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ SITയുടെ പ്രത്യേക സംഘത്തലവൻ ശശിധരന്റെ നേതൃത്വത്തിലാണ് നടന്നത്. ഇവിടെ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് പോലീസും SIT കണ്ടെത്തിയ വിവിധ കാര്യങ്ങളെക്കുറിച്ച് പത്മകുമാറിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. ഈ ചോദിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് ജയിലിനുള്ളിൽ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് നയിച്ച കാരണങ്ങൾ SIT പറയുന്നത് ഇങ്ങനെയാണ്. ഈ ശബരിമലയിലെ ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണം അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് അനുവാദം കൊടുത്തത് എ പത്മകുമാറാണ്. പത്മകുമാറിന് ഈ വിഷയത്തിൽ ബോധപൂർവമായ പങ്കുണ്ട് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഡിസംബർ 2-ന് നേരിട്ട് ജയിലിലെത്തി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതോടെ പത്മകുമാർ ശബരിമലയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലെയും പ്രതിയായി മാറിയിരിക്കുകയാണ്. പത്മകുമാറിനെ അല്പസമയത്തിനകം കൊല്ലം വിജിലൻസ് കോടതിയിൽ കൊണ്ടുവരികയും ചെയ്യും. കാരണം അദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് കോടതിയിൽ എത്തിച്ച് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്ന് പത്മകുമാർ ആവർത്തിച്ച് വ്യക്തമാക്കി ജാമ്യാപേക്ഷ അടക്കം നൽകുമ്പോഴാണ് രണ്ടാമത്തെ കേസിൽ കൂടി പത്മകുമാറിനെ പ്രതിയാക്കിക്കൊണ്ടുള്ള SITയുടെ നിർണായക നീക്കം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്.